രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള വലിയ തിരച്ചിലാണ് കേരള പോലീസ്. അദ്ദേഹത്തെ പിടികൂടാൻ കഴിയുമോ? പിടികൂടുന്നതിന് മുമ്പേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. കാരണം ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ചായ്വ് കൂടി ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ദുരൂഹമായി തോന്നുന്നു എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക തന്നെ വഴിയുള്ളൂ. അപ്പോൾ ജാമ്യത്തിനാണ് കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിൽ പ്രധാന പ്രശ്നം ഇപ്പോൾ രാഷ്ട്രീയമായി കൂടി ഇതിനൊരു മാനം വന്നിരിക്കുന്നു എന്നുള്ളത്. 2-3 മാസം മുമ്പായിരുന്നെങ്കിൽ അത്തരം ഒരു മാനമില്ല. ഇത് വെറും ഒരു സെക്സ് സ്കാൻഡൽസ് കേസ്, അതിൽ സർക്കാർ എടുക്കുന്ന ഉചിതമായ നടപടി, പോലീസ് എടുക്കുന്ന കൃത്യമായ ക്രൈം കേസ് എന്ന് മാത്രമേ വരികയുള്ളൂ. ഇപ്പം അതല്ല, ഇത് വളരെ നാളായി തെളിവുകൾ പലത് പുറത്തു വന്നിട്ടും വളരെ നാളുകളായി പാടിക്കൊണ്ടിരുന്നിട്ടും ആരും മുന്നോട്ട് വന്നില്ല. ഇപ്പോൾ ശബരിമല വിഷയം വളരെ കത്തി നിൽക്കുന്ന സമയത്ത്, ഇലക്ഷൻ തൊട്ടടുത്ത് വരാനിരിക്കുമ്പോൾ, CPM അല്പം മങ്ങലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും അതിനൊരു വെളിപ്പെടുത്തലും അതിനെ തുടർന്നൊരു അറസ്റ്റിനുള്ള നീക്കവും ഒക്കെ മറ്റു ചില അറസ്റ്റുകൾ മറയ്ക്കാനാണ് എന്നുള്ളത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സംസാരമുണ്ട്. അത് ഒരു നിരീക്ഷണം ശരിയാണെന്നും വലിയ ഒരു വിഭാഗം തന്നെ വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല, മുങ്ങിയിരിക്കുകയാണ്. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? എന്തായാലും സ്വാഭാവികമായി തന്നെ ഒരു MLA ആണ്, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം, പുറത്തുള്ള ജനങ്ങൾക്കും അറിയാം. അങ്ങനെ ഒരു നേതാവിന് മുങ്ങൽ ഒരിക്കലും ശാശ്വതമല്ല. മുങ്ങൽ രാഹുലും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. കാരണം ഹൈക്കോടതിയുടെ ഒരു ജാമ്യാപേക്ഷയിലെ തീരുമാനം എന്താണെന്നുള്ളത് അറിയുന്നവരെ ഈ മുങ്ങൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വന്ന് കീഴടങ്ങുന്നതിന് ചെയ്യും, കേസിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ചെയ്യും. അതിന് സംശയമൊന്നുമില്ല. അല്ല, വകുപ്പുകൾ അനുസരിച്ച് എന്തായാലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചില സാഹചര്യ കാരണങ്ങൾ ഇതിനകത്ത് കോടതിക്ക് പരിശോധിച്ചാൽ ജാമ്യത്തിന് കൊടുക്കാവുന്ന വിഷയങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഒരു വിവാഹിതയായ സ്ത്രീയാണെന്നുള്ളതാണ്. അപ്പോൾ വിവാഹിതയായ സ്ത്രീയാകുമ്പോൾ അവരും കുറ്റക്കാരിയാണ്. പിന്നെ ഉഭയസമ്മതപ്രകാരമാണ് എന്നത് തോന്നുന്ന വിധത്തിൽ അവരുടെ ചാറ്റുകൾ വ്യാഖ്യാനിക്കാനും കഴിയും. കാരണം ഈ ചാറ്റുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പെട്ടെന്നൊരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി അവരെ റേപ്പ് ചെയ്തതല്ല. ഇത് വളരെ നാൾ നടന്ന ഒരു ബന്ധം. അപ്പോൾ ഉഭയകക്ഷി സമ്മതം അതിനകത്തുണ്ടെങ്കിൽ അത് റേപ്പിൻ്റെ പരിധിയിൽ വരില്ല. പിന്നെ അതിനകത്ത് വരാവുന്നത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഗർഭഛിദ്രം, 2 കാര്യങ്ങളാണ്. കല്യാണം കഴിഞ്ഞിട്ട് വഞ്ചിച്ചതിന്റെ കൂടുതൽ വരില്ല. കാരണം ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നൊരു വകുപ്പുമുണ്ടല്ലോ. അത് പിന്നെ 2 കൂട്ടർക്കും തിരിച്ചും മറിച്ചും പറയാൻ വകുപ്പുണ്ട്. സ്ത്രീ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് രാഹുലിനെ പേടിപ്പിച്ചതെന്നും അതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് പേടിച്ച് മരുന്ന് കഴിക്കാൻ അങ്ങോട്ട് നിർബന്ധിച്ചു എന്നൊക്കെ ഇത് കോടതിയിൽ വരുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ വിഷയങ്ങൾ വരുന്നത്. അല്ലാതെ ഇത് നമ്മൾ TV ചാനലിൽ കാണുന്ന പോലെ ഏകപക്ഷീയമായിട്ടല്ലല്ലോ. രാഹുലിൻ്റെ വക്കീലിനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം പറയും. അത് പറഞ്ഞ് ഇത് 2ഉം കൂടെ കേട്ടിട്ടായിരിക്കും കോടതി മുൻകൂർ ജാമ്യം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ രാഹുൽ പറയുകയാണ് ഞാൻ ഇതുമായെല്ലാം സഹകരിക്കാം. മുൻപ് ഒരു അന്വേഷണം ഉണ്ടായിരുന്നപ്പോഴും ഒരു സ്ത്രീയല്ല, 18 വയസ്സ് മുതൽ 60 വയസ്സില്ല, ഒന്നിലധികം സ്ത്രീകൾ ഇത്തരം അനുഭവമുള്ളതായി വിവരങ്ങൾ ഉള്ളതായെല്ലാം ഈ ആദ്യത്തെ അന്വേഷണ സംഘം തന്നെ ഈ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ആ തെളിവുകൾ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഇത് പലവിധ കേസുകളുടേതാണെന്ന് വരുമ്പോൾ ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യത കുറഞ്ഞാലേ ഉള്ളൂ. പക്ഷേ ഈ സ്പെസിഫിക് കേസിലാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്കോപ്പ് അവിടെ രാഹുലിനുണ്ട്. കാരണം ഇത് ഇപ്പോൾ ഇലക്ഷനാണെന്നും ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിന് ഇത്രയും നാളത്തെ ഗ്യാപ്പ് വന്നെന്നും താൻ ഇതിനകത്ത് കുറ്റക്കാരൻ ആണോ അല്ലയോ എന്ന് കേൾക്കേണ്ട ഒരു ബാധ്യത ഹൈക്കോടതിക്കുണ്ടെന്നും ഒക്കെ പറയാനുള്ള ചാൻസ് അവിടെ കൊടുക്കുകയാണ്. കാരണം ഇതിനകത്ത് ഉഭയകക്ഷി സമ്മതം എന്നുള്ളത് വലിയ പ്രധാനമാണ്. ഉഭയകക്ഷി സമ്മതമാണെങ്കിൽ ഇതിനകത്ത് ഈ റേപ്പ് പറഞ്ഞതോ അല്ലെങ്കിൽ ഗർഭഛിദ്രം പറഞ്ഞതോ ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെയും അതിനകത്ത് വരികയാണ്. ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെയാണോ? ഈ ഗർഭഛിദ്രമെന്ന് പറയുന്നത് തന്നെ, ഗർഭമെന്ന് പറയുന്നത് തന്നെ രാഹുലിനെ പേടിപ്പിക്കാൻ വന്നതാണോ? അത് അയാളുടേതാണോ? ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുന്നത്. DNA ടെസ്റ്റൊക്കെ നടത്തേണ്ടതായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ എവിടെ ഇത്രയും ഷോർട്സ്, ഇത്രയും ശബ്ദരേഖ, ഇത്രയും പിന്നെ വാട്സാപ്പ് മെസ്സേജുകളെല്ലാം താൻ പ്രത്യേകമായി വേറൊരു മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ തിരിച്ച് ചതിച്ചതിൻ്റെ ഒരു ഘടകം കൂടെ ഉണ്ടോ എന്നുള്ളതും കോടതി പരിശോധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ രാഹുലിൻ്റെ വക്കീലും ഇതൊക്കെ വെളിപ്പെടുത്തും. ഇതെല്ലാം കൂടെ നോക്കിയായിരിക്കും ഒരു മുൻകൂർ ജാമ്യത്തിൻ്റെ സാധ്യത. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ
ഇലക്ഷൻ വരെയെങ്കിലും മുങ്ങുക എന്നുള്ളതായിരിക്കും കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുലോ എടുക്കാനുള്ള തന്ത്രം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പൊങ്ങുക. പക്ഷെ പിടികൂടണമെന്നുള്ള CPM-ന്റെ നയം. അതെ, CPM-ന്റെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് പിടികൂടുക. പിടികൂടിയാൽ ഉണ്ടാകുന്ന ഒരു വാർത്ത, ഒരു ഹൈപ്പ്. കാരണം 10 ദിവസം ഇതങ്ങ് പോകും. അതെ, അല്ല ഇതിപ്പോ തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യമായി നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ 10 ദിവസമേ ഉള്ളൂ. ഇനി 10 ദിവസമേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരാൻ പോവാണ്. ഇപ്പോൾ തന്ത്രിയുടെയുമായി ബന്ധപ്പെട്ട് 2 ദിവസം പോയി. ഇനി തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാവും. അറസ്റ്റ് ഉണ്ടായാൽ അതിനെ ബന്ധപ്പെട്ട് കുറച്ച് ദിവസം പോകും. അതിനിടയ്ക്ക് രാഹുലിനെ ഒളിച്ചോടിയിടത്ത് നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു വാർത്ത. ദിലീപിന്റെ വിഷയം ഇനി വരാനിരിക്കുന്നു. അത് തലേ ദിവസമാണ് വരുന്നത്, ആദ്യത്തെ വോട്ടിന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാം ഘട്ടത്തിന്റെയും തീരുന്നവരെ നിൽക്കുന്ന ഒരു എഫക്റ്റ് അതിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങും പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങും പ്രോപ്പഗാൻഡ എഞ്ചിനീയറിങ്ങും മാസ് സൈക്കോളജിയും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഭാഗമാണ് ഇപ്പോൾ അല്ല, ശബരിമല ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കി സാർ സൂചിപ്പിച്ച പല വിഷയങ്ങളും ആ CPM-ന് അനുകൂലമായി മാറുമല്ലോ. CPM-ന് അനുകൂലമായി ഒരു ഘടകം നിൽക്കുമ്പോൾ CPM-ന് പ്രതികൂലമായി വരുന്ന ചില ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ പെൺകുട്ടി മാറി നിന്നു? എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ എനിക്ക് 3-4 മാസം ഇവിടെ മുഴുവൻ കിടന്ന് നാറ്റിച്ചിട്ട് ആണ് എനിക്ക് വേദന വരുന്നതെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. പെറ്റീഷൻ കൊടുക്കാൻ തോന്നുന്നു പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കോടതി പറയേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അത് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു, അവിടുന്ന് ഓഫീസിൽ പോകുന്നു, 1 മണിക്കൂറിനകം കേസാകുന്നു, ഉടനെ തന്നെ അറസ്റ്റിനുള്ള നടപടിയാകുന്നു, മൊഴിയാകുന്നു, ബാക്കിയെല്ലാം വരുന്നു. അങ്ങനെ പോകുമ്പോൾ അതിനകത്ത് 2 കൂട്ടർക്കും പറയാനുള്ള വകുപ്പുകളുണ്ട്. ഇതിലെ കാലതാമസം ഒരു ഘടകമാണ്. നമുക്കൊരു ദുരന്തം സംഭവിച്ചാൽ നമ്മൾ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കേണ്ടതും അതിൽ നടപടിയെടുക്കേണ്ടതുമാണ് നമ്മുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ. അതല്ലെങ്കിൽ പിന്നെ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എന്നെ വെട്ടാൻ നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഘം എന്നെ ആക്രമിക്കാൻ നിൽക്കുകയായിരുന്നു, അതെല്ലാം നോക്കി സൗകര്യമായ സമയം ഇപ്പോഴാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറൊരു സ്റ്റോറി അതിനകത്ത് ബിൽഡപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അത് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് സ്റ്റോറി അല്ല, ഇത് ആക്ച്വലി സംഭവിച്ചതാണെങ്കിൽ അതും ബിൽഡപ്പ് ചെയ്ത് കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമല്ലേ ഇതിനകത്തൊരു സാധ്യത കിടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയും ചിലപ്പോൾ സംഭവങ്ങൾ ഇതിനകത്തുണ്ടാവാം, പക്ഷേ ആ സംഭവങ്ങൾ ഉഭയകക്ഷി താല്പര്യപ്രകാരം നടന്നതാണെന്നും പ്രത്യേകിച്ച് വിവാഹിതയായ ഒരു സ്ത്രീയാകുമ്പം BNS പ്രകാരം അത് അവരിലും കുറ്റം ആരോപിക്കപ്പെടാവുന്ന സംഗതികളുമൊക്കെ ആയിട്ട് മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതനല്ലാത്തതുകൊണ്ട് ആ ഒരു ആനുകൂല്യം അയാൾക്ക് കിടക്കുകയും ചെയ്യും. അല്ല, അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 6-7 സ്ത്രീകൾ ഇത്തരത്തിൽ ഇരയായതാണ് വിവരം. അപ്പോൾ ഇതിൽ കൂടുതൽ പരാതികൾ വന്നാൽ അല്ല, ഇത് ഈ 6-7 സ്ത്രീകൾ ഇങ്ങനെ ഇരയായി എന്ന് പറയുന്നത് മാധ്യമങ്ങളിലെ പറയുന്നത്. ഹൈക്കോടതി നോക്കുന്ന മാധ്യമം പറയുന്നതല്ല. പരാതിയുമായി ഇനിയൊരു പരാതി ഉണ്ടായാൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ബലത്ത പരാതിയായിരിക്കും. പരാതി ഉണ്ടാവാത്തടത്തോളം കാലം മാധ്യമങ്ങൾ ഇങ്ങനെ പല വാർത്തകൾ പറയും. SIR-ന്റെ കാര്യത്തിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതല്ലേ, ഇവിടെ പലരും വന്ന് പറയുന്നുണ്ട് SIR ഭയങ്കര കുഴപ്പമാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ആരും SIR-ൽ നിന്ന് പുറത്തായ ഒരുത്തനും ഇവിടെ വന്നൊരു പരാതിയും പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് 45 ലക്ഷം പേര് പുറത്തായിട്ടും ബീഹാറിൽ നിന്ന് ഒരാൾ പോലും വന്ന് ഞങ്ങളോട് സങ്കടം പറഞ്ഞിട്ടില്ല. പിന്നെന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ വെളിയിൽ പറയുന്നതിൽ കഥയില്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ കഥയില്ല, അല്ലെങ്കിൽ ഭരണകക്ഷി നേതാവ് പറയുന്നതിൽ കഥയില്ല, പോലീസ് പറയുന്നതിൽ കഥയില്ല. കോടതിയുടെ മുമ്പാകെ 2 പേരും തുല്യമായ നീതിക്ക് ലഭിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ സ്ത്രീക്ക് സ്വല്പം പരിഗണന കൂടുതലുണ്ട്, കാരണം നിയമങ്ങൾ അങ്ങനെയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് വെറുതെ ഒരു വൈകി വന്ന ഒരു ആരോപണത്തിൻ്റെ പുറത്ത് എല്ലാം കെട്ടിച്ചമച്ച് ഒരു സംഭവം ഉണ്ടാക്കാൻ സാധ്യമാണോ എന്നുള്ളത് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അത് മുൻകൂർ ജാമ്യത്തിൽ അക്കാര്യം വളരെ വ്യക്തമായി പരിശോധിച്ചായിരിക്കും ഒരു വിധി ഉണ്ടാവുക. ഒന്നുകിൽ മുൻകൂർ ജാമ്യം, അതാണ് രാഹുലിനെ രക്ഷിക്കാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ഇലക്ഷൻ തീരുന്നവരെ മുങ്ങുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.